മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്ന മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് ഇന്നത്തെ ക്ലാസ്സിലൂടെ മാർജിനൽ കോസ്റ്റ് എന്താണ്, മാർജിനൽ കോസ്റ്റിംഗ് എന്താണ്, അതിൻ്റെ അസംഷൻസ് എന്താണ് എന്നതിനെക്കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ. ബിഫോർ ഡിസ്കസിങ് അബൌട്ട് മാർജിനൽ കോസ്റ്റിംഗ് വി മസ്റ്റ് നോ അബൌട്ട് വാട്ട് ഈസ് മാർജിനൽ കോസ്റ്റ്. എന്താണ് മാർജിനൽ കോസ്റ്റ് എന്നുള്ളത് നമ്മൾ അറിയണം. ഓക്കെ, we know that generally cost can be classified into two categories, that is fixed cost and variable cost. Fixed and variable cost. What is fixed cost? Fixed cost means അതിൻ്റെ നെയിം തന്നെ പറയുന്നുണ്ട് എന്താണ്, it is fixed, that is it will remain unchanged according to level of production. Level of production, volume of productionൽ മാറ്റം ഉണ്ടായാലും ഫിക്സ്ഡ് കോസ്റ്റിൽ യാതൊരു മാറ്റവും ഉണ്ടാകുകയില്ല. അത്തരം കോസ്റ്റിനെ നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയാം. അതായത് വോളിയം ഓഫ് പ്രൊഡക്ഷനിൽ മാറ്റമുണ്ടായാലും ഒരു കോസ്റ്റിൽ യാതൊരു മാറ്റവും ഇല്ലെങ്കിൽ അത്തരം കോസ്റ്റിന് നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയാം. എന്നാൽ വേരിയബിൾ കോസ്റ്റ് എന്താണ്, വിൽ വേരി അക്കോർഡിംഗ് ടു ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. വേരിയബിൾ കോസ്റ്റ് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെങ്കിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ വേരിയബിൾ ആയിട്ട് മാറുന്നത്. അതേപോലെ തന്നെ ഇവിടെ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്, ഫിക്സ്ഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ പെർ യൂണിറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് എന്തായിരിക്കും, വേരിയബിൾ ആയിരിക്കും. പെർ യൂണിറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് ആവുമ്പോൾ അവിടെ എന്ത് ചെയ്യും, മാറിക്കൊണ്ടേയിരിക്കും. ദെൻ ഇവിടെ പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് എന്തായിരിക്കും, റിമെയിൻ അൺചേഞ്ച്ഡ് ആണ്. ഓക്കെ, ഫിക്സ്ഡ് ആയിരിക്കും. ഓക്കെ അല്ലേ. ഫോർ എക്സാമ്പിൾ ജസ്റ്റ് നിങ്ങൾ 10 യൂണിറ്റ്സ് സോപ്പാണ് മാനുഫാക്ചർ ചെയ്യുന്നതെങ്കിൽ 10 യൂണിറ്റ്സ് ഓഫ് സോപ്പ് മാനുഫാക്ചർ ചെയ്യുന്നു. അതിന് നമുക്ക് വരുന്ന ടോട്ടൽ കോസ്റ്റ് എത്രയാണ്, ഒരു 100 റുപ്പീസ് ആണെന്ന് വെക്കുക. ഓക്കെ, ഈ 100 റുപ്പീസിൽ ഫിക്സ്ഡ് ഉണ്ടാവും, വേരിയബിൾ ഉണ്ടാവും. ഓക്കെ, ഇവിടെ സപ്പോസ് ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ്, 40യും വേരിയബിൾ കോസ്റ്റ് എത്രയാണ് വരുന്നത്, ഒരു 60 ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ 10 യൂണിറ്റ്സ് ആണ് മാനുഫാക്ചർ ചെയ്തത്. ഈ 10 യൂണിറ്റ്സിനെ നമ്മൾ മാറ്റി ഒരു എത്രയാക്കി എടുക്കുന്നു, 20 യൂണിറ്റ്സ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നു. അങ്ങനെ 20 യൂണിറ്റ്സ് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ 10ൽ നിന്നും 20ലേക്ക് മാറ്റിക്കഴിഞ്ഞാലും ഫിക്സ്ഡ് കോസ്റ്റിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ഏത് തന്നെയായിരിക്കും, 40 തന്നെയായിരിക്കും. എന്നാൽ വേരിയബിൾ കോസ്റ്റിൽ മാറ്റം വരും. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യും, വാല്യൂ ചെയ്യും. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ജസ്റ്റ് നമ്മൾ പെർ യൂണിറ്റ് 10 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പെർ യൂണിറ്റ് കോസ്റ്റ് എത്രയായിരിക്കും, 60 ഡിവൈഡ് ബൈ 10, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 6 ആണ്. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഇവിടെ എത്രയാണ്, 6 ആണ് 10 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. ഇനി നിങ്ങൾ നോക്കുക ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയായിരിക്കും, 10 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് 40 ഡിവൈഡ് ബൈ 10, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 4 ആണ് കിട്ടുന്നത്. ഓക്കെ അല്ലേ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ 20 ക്വാണ്ടിറ്റിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയായിരിക്കും, 40 തന്നെയാണ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്. അപ്പോൾ ഇവിടെ ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയായിരിക്കും, 40 ഡിവൈഡഡ് ബൈ 20 ആണ് നമ്മൾ കാണുന്നത്. ഓക്കെ, 40 ഡിവൈഡ് ബൈ 20 ആണ്. അപ്പോൾ ഇവിടെ 2 ആണ് വരുന്നത് പെർ യൂണിറ്റ്, ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ്. ഇവിടെ 4 ആയിരുന്നു, അത് ഇവിടെ എത്രയായി, 2 ആയിട്ട് മാറി. അപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ത് ചെയ്യും, മാറിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഫിക്സ്ഡ് കോസ്റ്റ് ടോട്ടലിലാണ് ഫിക്സ്ഡ് ആയിട്ട് നിലനിൽക്കുന്നത്, മാറ്റം വരാതെ നിലനിൽക്കുന്നത്. ഇനി ഇവിടെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ കേസിലോ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 6 ആയിരുന്നു 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. ഇനി ആ നമ്മൾ 20 ആക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എത്രയാവും, 120 ആണ്, 120 ആകും. ഓക്കെ, ഇതിൻ്റെ നേരെ ഇരട്ടിയാവും. 10 യൂണിറ്റ് ആയിരുന്നു ഇവിടെ 20 യൂണിറ്റ് ആകും, നേരെ ഇരട്ടി വേരിയബിൾ കോസ്റ്റ് ആവും. അപ്പോൾ 120 എന്ന് പറയുമ്പോൾ ഇവിടെ 120 ഡിവൈഡഡ് ബൈ 20 നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്ന എന്ത് തന്നെയാണ്, 6 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ പെർ യൂണിറ്റ് കോസ്റ്റിൽ യാതൊരു മാറ്റവും ഇല്ല, സെയിം ആണ്. ക്വാണ്ടിറ്റീസ് മാറ്റിക്കഴിഞ്ഞാലും വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഫിക്സ്ഡ് ആയിരിക്കും. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഫിക്സ്ഡ് ആയിരിക്കും. ടോട്ടൽ വേരിയബിൾ കോസ്റ്റിലാണ് എന്ത് വരുന്നത്, മാറ്റം വരുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റാണ് ഇത് അറിഞ്ഞിരിക്കുന്നത് നിങ്ങൾ. കോസ്റ്റ് 2 രീതിയിൽ വരാം, ഫിക്സ്ഡും വരാം, വേരിയബിളും വരാം. എന്നാൽ ഫിക്സ്ഡിൽ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്തായിരിക്കും, ഫിക്സ്ഡ് ആയിരിക്കും. ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൻ്റെ കേസിൽ വേരിയബിൾ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പെർ യൂണിറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് ചേഞ്ച് ചെയ്യും, പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് ഫിക്സ്ഡും ആയിരിക്കും. ഈ എക്സാമ്പിൾ ജസ്റ്റ് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് വേരിയബിൾ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് ഈസ് ദി അഡീഷണൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ്
an additional unit. ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന അഡീഷണൽ കോസ്റ്റിനെയാണ് എന്ത് സൂചിപ്പിക്കുന്നത്? മാർജിനൽ കോസ്റ്റ് എന്നത് സൂചിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറഞ്ഞ 10 യൂണിറ്റ് സോപ്പാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. നമുക്ക് ടോട്ടലായിട്ട് വരുന്ന കോസ്റ്റ് എത്രയാണ്? 100 രൂപയാണ്. ഓക്കെ അല്ലേ? ദെൻ 10 യൂണിറ്റ്സ് എന്നുള്ളത് നമ്മൾ 11 യൂണിറ്റ്സിലേക്ക് മാറ്റുന്നു. ഒരു അഡീഷണൽ യൂണിറ്റ് കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. 10ൽ നിന്നും 11 ആക്കി മാറ്റി. ദെൻ നമുക്ക് കോസ്റ്റ് വരുന്നത് 110 റുപ്പീസ് ആണെങ്കിൽ ഇവിടെ അഡീഷണൽ ഒരു യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് അഡീഷണൽ ആയിട്ട് വന്ന കോസ്റ്റ് എത്രയാണ്? ഇതിൽ നിന്നും അഡീഷണൽ ആയിട്ട് കോസ്റ്റ് വരുന്നത് 10 ആണ്, ₹10 ആണ്. ദിസ് ഈസ് മാർജിനൽ കോസ്റ്റ്. അതിനെയാണ് എന്ത് പറയുന്നത്? മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. മാർജിനൽ കോസ്റ്റ് ഈസ് ദി അഡീഷണൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ്. ഓക്കെ, നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ നോക്കാം. ഗിവൺ ബൈ ICMA London. Okay, the amount at any given volume of output by which aggregate costs are changed if the volume of output is increased or decreased by 1 unit. The amount at any given volume of output by which aggregate costs are changed. Aggregate costs are changed if the volume of output is increased or decreased by 1 unit. ഇത് 9 യൂണിറ്റ്സ് ആക്കി മാറ്റിയപ്പോൾ 90 ആണെങ്കിൽ അവിടെ വരുന്ന 10നെയും നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു ചേഞ്ചസിനെ സൂചിപ്പിക്കുന്നതാണ് മാർജിനൽ കോസ്റ്റ്. ICMA ലണ്ടൻ നൽകിയിട്ടുള്ള ഡെഫിനിഷനാണ്. ഈ ഒരു ഡെഫിനിഷൻ നിർബന്ധമായിട്ടും നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ദാറ്റ് ഈസ് ദി എമൗണ്ട് അറ്റ് എനി ഗിവൺ വോളിയം ഓഫ് ഔട്ട്പുട്ട് by which aggregate costs are changed if the volume of output is increased or decreased by 1 unit. Okay, then here marginal cost includes direct material cost plus direct labor cost plus direct expenses plus variable overhead. Okay, marginal cost എന്തൊക്കെ included ആണ്? Direct material cost plus direct labor cost plus direct expenses. Here direct labor, direct material, direct expenses. Direct material, direct labor, direct expenses. ഇതിനെ സിമ്പിൾ ആയിട്ട് ഷോർട്ട് ആയിട്ട് പറയുന്ന പേരാണ് പ്രൈം കോസ്റ്റ്. ഓക്കെ, പ്രൈം കോസ്റ്റ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഡയറക്റ്റ് മെറ്റീരിയൽ നമ്മൾ കോസ്റ്റിങ്ങിൽ പഠിക്കുന്നതാണ്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ് പ്രൈം കോസ്റ്റ് ആണ്. അപ്പോൾ പ്രൈം കോസ്റ്റ് പ്ലസ് വേരിയബിൾ ഓവർഹെഡ് ആണ് എന്ത്? മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ഈസ് മാർജിനൽ കോസ്റ്റിംഗ്? എന്താണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർജിനൽ കോസ്റ്റിംഗ് ഈസ് ദി ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് വിച്ച് ഡിഫറൻഷിയേറ്റ്സ് ബിറ്റ്വീൻ ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ആൻഡ് ചാർജിങ് ഓൺലി വേരിയബിൾ കോസ്റ്റ് ടു പ്രോഡക്ട്സ്. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ടെക്നിക്സിൽ, അതായത് ദർ ആർ മെയിൻലി 2 ടെക്നിക്സ് ഇൻ കോസ്റ്റിംഗ്, ദാറ്റ് ഈസ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആൻഡ് മാർജിനൽ കോസ്റ്റിംഗ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ ചെയ്യുന്നത് പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ഈസ് ഫിക്സ്ഡ് ബേസ്ഡ് ഓൺ ഫുൾ കോസ്റ്റ് ഓർ ടോട്ടൽ കോസ്റ്റ് ആണ്. എന്നാൽ ഹിയർ മാർജിനൽ കോസ്റ്റിംഗിൽ മെയിൻലി ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാനേ നമ്മൾ പരിഗണിക്കുന്നത് എന്തിനെ മാത്രമാണ്? വേരിയബിൾ കോസ്റ്റിനെ മാത്രമാണ്. ഓക്കെ, അതായത് ആൻഡ് ചാർജിങ് ഓൺലി വേരിയബിൾ കോസ്റ്റ് ടു പ്രൊഡക്റ്റ്. വേരിയബിൾ കോസ്റ്റ് മാത്രം, അതായത് വേരിയബിൾ കോസ്റ്റിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൽ മാറ്റം വരാൻ എന്ത് ചെയ്യുന്നത്? ഇടവരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ടെക്നിക്കിൽ വേരിയബിൾ കോസ്റ്റിന് പരിഗണന കൊടുക്കുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ. അപ്പോൾ ഹിയർ മാർജിനൽ കോസ്റ്റിംഗ് ഈസ് എ ടെക്നിക് whereby it differentiates between fixed cost and variable cost and charging only variable cost to products. Simple definition നോക്കാം. ICMA ലണ്ടൻ നൽകിയിട്ടുള്ളൊരു ഡെഫിനിഷനാണ്. ദാറ്റ് ഈസ് the ascertainment by differentiating between fixed and variable cost of marginal cost, ascertainment of marginal cost and of the effect on profit of changes in volume or type of unit or output. Okay, അപ്പോൾ ഇവിടെ അസേർട്ടൈൻമെൻറ്റ് ഓഫ് മാർജിനൽ കോസ്റ്റ് ആണ്. എങ്ങനെയാണ് അസേർട്ടൈൻമെൻറ്റ് നടത്തുന്നത്? ഫിക്സ്ഡിനെയും വേരിയബിളിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട് ആൻഡ് അതുകൊണ്ടുണ്ടാകുന്ന എഫക്റ്റ് എന്താണ്, പ്രോഫിറ്റിലും വോളിയം ഓഫ് ഔട്ട്പുട്ടിലും ഉണ്ടാകുന്ന എഫക്റ്റ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാർജിനൽ കോസ്റ്റിങ്ങിൽ കണ്ടെത്തുന്നത്. ICMA ലണ്ടൻ നൽകിയിട്ടുള്ള ഡെഫിനിഷനാണ്. ദെൻ നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് വാട്ട് ആർ ദി അസംഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ അസംഷൻസ് എന്തൊക്കെയാണ്? അതിൽ ഫസ്റ്റ് വൺ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. ഓൾ കോസ്റ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 കാറ്റഗറീസ്, ദാറ്റ് ഈസ് ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ. എല്ലാ കോസ്റ്റിനെയും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഫിക്സ്ഡ് എന്നും വേരിയബിൾ എന്നും.
ഓക്കെ, ദെൻ നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് ആണ് ഫിക്സ്ഡ് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അറ്റ് ഓൾ ലെവൽ ഓഫ് ആക്ടിവിറ്റി. നമ്മൾ പറഞ്ഞു ഫിക്സ്ഡ് കോസ്റ്റിൽ മാറ്റം ഉണ്ടാകുകയില്ല, റിമെയിൻ അൺചേഞ്ച് അറ്റ് ഓൾ ലെവൽ ഓഫ് ആക്ടിവിറ്റി. ദെൻ നെക്സ്റ്റ് തേർഡ് വൺ ആണ് ദി ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വാരി ബട്ട് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഡസ് നോട്ട് വാരി. നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞതാണ്, അതായത് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റിൽ മാറ്റം ഉണ്ടാകുകയില്ല, എന്നാലും ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യും, വാരി ചെയ്യും. ദെൻ നെക്സ്റ്റ് നാലാമത്തെ അസംഷൻ എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് റിമൈൻസ് കോൺസ്റ്റന്റ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ആക്ടിവിറ്റി. ഓക്കെ, ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ആക്ടിവിറ്റീസ് ആണ് അവിടെ റിമെയിൻ കോൺസ്റ്റന്റ് ആണ് സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അഞ്ചാമത്തത് പ്രൈസ് ഓഫ് മെറ്റീരിയൽ, റേറ്റ്സ് ഓഫ് ലേബർ എക്സെട്ര റിമെയിൻ അൺചേഞ്ച്ഡ്. ലേബറിൻ്റെയും മെറ്റീരിയലിൻ്റെ ഒക്കെ പ്രൈസ് എന്താണ്, റിമെയിൻ അൺചേഞ്ച് ആയിരിക്കണം. അതാണ് മറ്റൊരു അസംഷൻ വരുന്നത് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ. ദെൻ നെക്സ്റ്റ് ആറാമത്തത് വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഈസ് ദി ഓൺലി ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസസ് ദി കോസ്റ്റ്. കോസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരേ ഒരു ഫാക്ടർ എന്ത് മാത്രമാണ്, വോളിയം ഓഫ് പ്രൊഡക്ഷൻ മാത്രമാണ്. ദീസ് ആർ ദി അസംഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. ഒന്നാമത്തെ പറഞ്ഞത് all costs are divided into fixed and variable. Fixed costs remain constant. Third one, total variable cost vary but per unit variable cost will not vary. Then selling price remain constant. Price of material, rates of labor remain constant. Volume of production is the only factor which influences the cost. Okay, അപ്പോൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ എന്താണ് മാർജിനൽ കോസ്റ്റ്, എന്താണ് മാർജിനൽ കോസ്റ്റിംഗ്, എന്താണ് അസംഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ.